യേശുവിനെ തൻ്റെ മണവാളനായി തിരഞ്ഞെടുത്ത് മണവാളൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വ്രതവാഗ്ദാന ദിവസം കൊച്ചരേസ്യ മാറോട് ചേർത്ത് വിളിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ഉരുവിട്ടു. യേശുവെ, എൻ്റെ ദിവ്യമണവാള, എൻ്റെ ജ്ഞാന പവിത്രതയുടെ രണ്ടാം വസ്ത്രം എനിക്കൊരിക്കലും നഷ്ടപ്പെടാതിരിക്കുന്നെങ്കിൽ ഏറ്റവും ലഘുവായ ഒരു കുറ്റം പോലും ഞാൻ ചെയ്യാനിടവരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം അവസാനിപ്പിച്ചു കൊള്ളണമേ. അങ്ങയെ മാത്രം സ്നേഹിക്കുവാനും അങ്ങേക്ക് മാത്രം അല്ലാതെ യാതൊന്നും കണ്ടെത്താതിരിക്കാനും എനിക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങ് മാത്രം എൻ്റെ സർവവുമായിരിക്കുക. യേശുവെ, സമാധാനവും സ്നേഹവും മാത്രമേ ഞാൻ അപേക്ഷിക്കുന്നുള്ളൂ. അങ്ങയെ പ്രതി ഒരു മണൽത്തരി പോലെ എല്ലാവരും കരുതപ്പെടാനും ചവിട്ടി മെതിക്കപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ തിരുമനസ്സിനിൽ സമ്പൂർണ്ണമായി നിറവേറട്ടെ. അനേകം ആത്മാക്കളെ രക്ഷിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയെ പ്രസാദിപ്പിക്കണമെന്നും ആശ്വസിപ്പിക്കണമെന്നും മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കൊച്ചരേസ്യയുടെ വ്രതവാഗ്ദാന ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കുവാൻ അസുഖം നിമിത്തം പിതാവ് ലൂയി മാർട്ടിന് സാധിച്ചില്ല. അക്കാര്യത്തിൽ വളരെയധികം വിഷമം തോന്നിയ കൊച്ചരേസ്യ പിന്നീട് ആ നിമിഷത്തെക്കുറിച്ച് ഓർമ്മിക്കുന്നു. എൻ്റെ വിവാഹ ദിനത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ ഒരനാഥയായി. ഭൂമിയിൽ പിതാവില്ലാതായി തീർന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി മനോവിശ്വാസത്തോടെയും തികഞ്ഞ അന്വർത്ഥമായും എനിക്ക് സാധിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന്. കൊച്ചരേസ്യ തൻ്റെ വ്രതവാഗ്ദാനം എപ്രകാരമാണ് നടത്തിയതെന്ന് പിന്നീട് വിവരിക്കുന്നു. മറിയത്തിൻ്റെ മനോഹരമായ പിറവി തിരുനാൾ യേശുവിൻ്റെ മണവാട്ടിയാകുവാൻ എത്രയോ പറ്റിയ ദിവസമായിരുന്നു. പരിശുദ്ധ കന്യകയാണ് ഒരു ദിവസം മാത്രം പ്രായമുള്ള തൻ്റെ ചെറുപുഷ്പത്തെ കുഞ്ഞീശോയ്ക്ക് സമർപ്പിച്ചത്. ആ ദിവസം എല്ലാം കുഞ്ഞായിരുന്നു. എന്നാൽ ഞാൻ പ്രാപിച്ച അനുഗ്രഹങ്ങളും സമാധാനവും ചെറുതല്ലായിരുന്നു. ധ്യാനാത്മക സമൂഹത്തിലെ ഒരംഗമെന്ന നിലയിൽ അവളുടെ കഴിവില്ലായ്മയും അവളുടെ പ്രത്യേക സാഹചര്യങ്ങൾക്കും അവർക്കറിയാമായിരുന്നെങ്കിലും ചെറിയവനാരോ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന ദൈവവചനം അവളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. തന്നിലുള്ള ദൈവിക പദ്ധതിയും ദൈവത്തിൻ്റെ ആഗ്രഹവും അവൾ മനസ്സിലാക്കി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.